Hello, my dear students. Welcome back to Isaac's Physics Classroom. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കൺസെപ്റ്റ് റിസൾട്ടന്റ് വെക്ടേഴ്സ് ആൻഡ് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. അപ്പോൾ എങ്ങനെയാണ് വെക്ടേഴ്സ് ആഡ് ചെയ്യുക, റിസൾട്ടന്റ് വെക്ടറിന്റെ എക്സ്പ്രഷൻ എന്താണ്, വെക്ടർ അഡീഷനെ കുറിച്ചും അതുപോലെ തന്നെ മാഗ്നിറ്റ്യൂഡ് എന്താണ്, ഡയറക്ഷൻ എന്താണ്, റിസൾട്ടന്റ് വെക്ടേഴ്സിന്റെ എന്നതിനെ കുറിച്ചെല്ലാമാണ് ഈ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മോഷനെ സ്ട്രെയിറ്റ് ലൈൻ കഴിഞ്ഞിട്ട് മോഷനെ പ്ലെയിനിലേക്ക് കടക്കുമ്പോൾ ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ മൂന്ന് കൺസെപ്റ്റ് വെക്ടേഴ്സ്, പ്രൊജക്ടൈൽ മോഷൻ, യൂണിഫോം സർക്കുലർ മോഷനിൽ പ്രൊജക്ടൈൽ മോഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അത് കഴിഞ്ഞാൽ തൊട്ട് നിൽക്കുന്ന ഒരു ടോപ്പിക്കാണ് വെക്ടേഴ്സ്. അപ്പോൾ ഈ വെക്ടേഴ്സിന് ന്യൂമറിക്കൽസിനോടൊപ്പം തന്നെ ഡെറിവേഷൻ ക്വസ്റ്റ്യൻസും എക്സ്പെക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ റിസൾട്ടന്റ് വെക്ടർ കാണേണ്ട ഇക്വേഷൻ r=√a² + b² + 2ab cos θ എന്ന എക്സ്പ്രഷൻ എങ്ങനെയാണ് വരുന്നതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യും. ഈ ഒരു ഡെറിവേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഇക്വേഷൻ ബേസ്ഡ് പല പ്രോബ്ലംസും വരാറുണ്ട്. നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് കിടക്കാം. മൾട്ടിപ്ലിക്കേഷൻ ഓഫ് വെക്ടർസ് ബൈ എ സ്കെയിലർ. ഒരു വെക്ടറിനെ സ്കെയിലർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താണ് സംഭവിക്കുക? When we multiply a vector a by a positive real number n, that is scalar, we get n times of a. The vector n times of a has the same direction as a, but the magnitude is n times the magnitude of a. That is na. അതായത് a എന്നൊരു വെക്ടറിനെ n എന്ന സ്കെയിലർ കൊണ്ട് റിയൽ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ടൻ എന്ന് പറയുന്നത് n ടൈംസ് ഓഫ് വെക്ടർ ആയിരിക്കും. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യും. ഡയറക്ഷൻ എന്ന് പറയുന്നത് എന്റെ ഡയറക്ഷൻ തന്നെയായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഒരു ചെറിയ വെക്ടർ, ആ വെക്ടറിന്റെ ലെങ്ത് ശ്രദ്ധിച്ചാൽ അതിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ്. അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ആ ലെങ്ത് ഡബിൾ ആയി, പക്ഷെ ഡയറക്ഷന് മാറ്റമില്ല. ഇതാണ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് വെക്ടേഴ്സ് ബൈ എ സ്കെയിലർ. അപ്പോൾ ആ ലെങ്ത് ആണ് അതിന്റെ മാഗ്നിറ്റ്യൂഡ്, അതിന്റെ ആരോ ഹെഡ് ആണ് ഡയറക്ഷൻ. അപ്പോൾ ലെങ്ത് നോക്കിയാൽ അറിയാം 2 ടൈംസ് കൂടാൻ കാരണം അതിന് 2 എന്ന സ്കെയിലർ കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത്. അതേപോലെ if the number n is negative ആണ്, the magnitude of the vector na is na but the direction opposite to that of a. അതായത് 2ന് പകരം -3 ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ നോക്കിയാൽ അറിയാം b എന്ന വെക്ടറിനെ അത് -3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ അതിന്റെ മാഗ്നിറ്റ്യൂഡും മാറി, ഡയറക്ഷൻ മാറി. ഡയറക്ഷൻ മാറാൻ കാരണം നെഗറ്റീവ് സൈൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആ വെക്ടറിന്റെ ഡയറക്ഷനും എഫക്ട് ചെയ്യുന്നുണ്ട്. ഇതാണ് സ്കെയിലേഴ്സും ഒരു വെക്ടേഴ്സ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ സ്കെയിലേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒരു പോസിറ്റീവ് റിയൽ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതിന് ഡയറക്ഷൻ മാറില്ല, മാഗ്നിറ്റ്യൂഡ് മാറും. ബട്ട് ഒരു നെഗറ്റീവ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ ആ ഡയറക്ഷനും മാറും, ഡയറക്ഷൻ മാറുന്ന ഓപ്പോസിറ്റ് ആവും, മാഗ്നിറ്റ്യൂഡ് മാറും. ഇഫ് ഇറ്റ് ഈസ് മൾട്ടിപ്ലൈഡ് ബൈ 1 അതിന്റെ ഡയറക്ഷനും മാറില്ല, മാഗ്നിറ്റ്യൂഡും മാറില്ല. Next, addition, that is sum of two vectors. The sum of two vectors is usually known as resultant. അപ്പോൾ resultant vectors എന്ന് പറഞ്ഞാൽ addition of vectors എന്നാണ് അർത്ഥം. 1. If the two vectors a and b are in the same direction. ഇപ്പോൾ രണ്ട് വെക്ടേഴ്സും ഒരേ ഡയറക്ഷനിലാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഫോർ എക്സാമ്പിൾ എ എന്ന ഒരു വെക്ടർ ഉണ്ട്, ബി എന്ന്, രണ്ട് ആരോ ഒരേ ഡയറക്ഷനിലാണ്, പക്ഷേ എൻ്റെയും ബിൻ്റെയും മാഗ്നിറ്റ്യൂഡ് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ആ റിസൾട്ടൻ അതിന് ആർ എന്ന് പറയാം. അപ്പോൾ ആർ വെക്ടർ ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി. അതിന് ദാറ്റ് മീൻസ് അതിന് മാഗ്നിറ്റ്യൂഡ് കാണണമെങ്കിൽ രണ്ടും കൂടി കൂട്ടിയാൽ മതി. രണ്ടും സെയിം ഡയറക്ഷൻ ആയതുകൊണ്ട് റിസൾട്ടൻ വെക്ടറിന്റെ ഡയറക്ഷനും സെയിം ആയിരിക്കും. ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ റിസൾട്ടൻ ഈസ് ദ സം ഓഫ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ആൻഡ് ബി. അതായത് എ എന്ന വെക്ടറിന്റെയും ബി എന്ന വെക്ടറിന്റെയും മാഗ്നിറ്റ്യൂഡ് കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്നതാണ് അതിന്റെ റിസൾട്ടൻ എന്ന് പറയുന്നത്. ഡയറക്ഷൻ എന്ന് പറയുന്നത് രണ്ടും ഒരേ ഡയറക്ഷൻ ആയതുകൊണ്ട് അതിന് റിസൾട്ടനും അതേ ഡയറക്ഷൻ ആയിരിക്കും ഉണ്ടാവുക. The direction of the resultant is in the direction of A or B. Next to, if the two vectors A and B are in the opposite directions. ഇനി രണ്ട് വെക്ടേഴ്സ് ആഡ് ചെയ്യണം, ഒന്നിന്റെ എ എന്ന വെക്ടറും ബി എന്ന വെക്ടേഴ്സും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിലോ നോക്കാം. ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. ഫോർ എക്സാമ്പിൾ എ എന്ന വെക്ടർ ഉണ്ട്, ബി ഓപ്പോസിറ്റ് ആണ് ഡയറക്ഷൻ ഉള്ളത്. സോ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് റിസൾട്ടൻ ഈസ് ഡിഫറൻസ് ഇസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ടു വെക്ടേഴ്സ്. അപ്പോൾ രണ്ട് വെക്ടേഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് ഡിഫറൻസ് ആണ് അതിന് മാഗ്നിറ്റ്യൂഡ് വരുന്നത്. ഇവിടെ ബി മൈനസ് എ എന്ന് എടുക്കാൻ കാരണം ബി വലുതാണ്, എ ചെറുതാണ്. അപ്പോൾ വലുതെന്ന് ചെറുത് കുറച്ച്. അപ്പോൾ നമുക്ക് നോർമലി എന്ത് കിട്ടും? ഫോർ എക്സാമ്പിൾ എ എന്ന് പറയുന്ന ലെങ്ത് ചെറുതാണ്, ബി എന്ന് പറയുന്ന ലെങ്ത് വലുതാണ്. അപ്പോൾ റിസൾട്ടൻ എന്ന് പറയുന്നത് അതിന്റെ ഓപ്പോസിറ്റ് ആയതുകൊണ്ട് അതിന്റെ ഡിഫറൻസ് ആയിരിക്കും റിസൾട്ടൻ. പക്ഷെ ഡയറക്ഷൻ എന്ന് പറയുന്നത് വലിയ വെക്ടർ ഏത് ഡയറക്ഷനാണോ ഉൾക്കൊള്ളുന്നത്, ദാറ്റ്സ് വലിയ വെക്ടർ ഇൻ സെൻസ് മാഗ്നിറ്റ്യൂഡ് കൂടിയ വെക്ടർ ഏത് ഡയറക്ഷനിലാണോ ആ ഡയറക്ഷനിലായിരിക്കും റിസൾട്ടൻ വെക്ടറിന്റെ ഡയറക്ഷൻ. Then if the two vectors a and b are
പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. ഇനി രണ്ട് വെക്ടേഴ്സ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ, ദാറ്റ് മീൻസ് ഇങ്ങനെയാണെങ്കിൽ എയും ബിയും പെർപെൻഡിക്കുലർ ആണെങ്കിൽ, ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് റിസൾട്ടന്റ് ആർ ഇസ് ഇക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആൻഡ് ഡയറക്ഷൻ ഓഫ് റിസൾട്ടന്റ് എ ഇസ് ഗിവൺ ബൈ ടാൻ തീറ്റ ഈക്വൽ ടു ബി ബൈ എ. അപ്പോൾ ഇതിൽ എ എന്ന വെക്ടർ and ബി എന്ന വെക്ടർ രണ്ട് വെക്ടേഴ്സും പെർപെൻഡിക്കുലർ ആണ്. ആ പെർപെൻഡിക്കുലർ ആകുമ്പോൾ നമ്മൾ ആ ഹൈപ്പോട്ടിനസ് വരയ്ക്കുന്നത്, ആ ഹൈപ്പോട്ടിനസ് ആണ് ഇതിന്റെ റിസൾട്ടനായിട്ട് വരുന്നത്. അപ്പോൾ ആ ഹൈപ്പോട്ടിനസിന്റെ ആരോ ആണ് റിസൾട്ടന്റ് വെക്ടറിന്റെ ഡയറക്ഷൻ. നമ്മൾ ട്രയാങ്കിൾ അഡീഷൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ കുറച്ചുകൂടി വ്യക്തമായിട്ട് പറയും. അതിന്റെ ഡയറക്ഷൻ കാണാൻ വേണ്ടിയിട്ടാണ് തീറ്റ കണ്ടിരിക്കുന്നത്. തീറ്റ ഇസ് ഈക്വൽ ടാൻ ഇൻവേഴ്സ് ഓഫ് ബി ബൈ എ. കാരണം നമുക്കറിയാം ട്രയാങ്കിൾ തീറ്റ എടുത്ത് കഴിഞ്ഞാൽ ടാൻ തീറ്റ എടുത്ത് നമുക്ക് കിട്ടുന്നത് ബി ബൈ എ ആണ്. അപ്പോൾ ഡയറക്ഷൻ കാണാൻ വേണ്ടി എന്താ തീറ്റ എടുക്കാൻ കാരണം എത്രമാത്രം ഹൊറിസോണ്ടൽ ലൈൻ ഇത്രയും ഇൻക്ലൈൻഡ് ആയി നിൽക്കുന്നു, അപ്പോൾ ആ ഡയറക്ഷനാണ് ആ വെക്ടറിന്റെ ഡയറക്ഷൻ. അപ്പോൾ ടു വെക്ടേഴ്സ് പെർപെൻഡിക്കുലർ നോക്കി, പാരലൽ നോക്കി, ദെൻ ആന്റി പാരലൽ നോക്കി കഴിഞ്ഞു. നെക്സ്റ്റ്, if the two vectors A and B are inclined at an angle theta, it's very important. ഇതാണ് നമുക്ക് പഠിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് വെച്ച് ബാക്കിയെല്ലാം നമുക്ക് ഡെവലപ്പ് ചെയ്യാനും പറ്റും. സോ വി ഹാവ് എ വെക്ടർ ഉണ്ട്, ദെൻ വി ഹാവ് ബി വെക്ടർ. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എ വെക്ടറിന്റെ ആരോ ഹെഡിലാണ് ബി വെക്ടറിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് വരുന്നത്. അപ്പോൾ ഈ ബി വെക്ടർ ഇവിടെ തന്നെ ആവണം നിർബന്ധമില്ല. ഈ ബി വെക്ടർ വേറെ ഈ പ്ലെയിനിലാവുന്നേ ഉള്ളൂ. ഈ പ്ലെയിനിലാവുമ്പോൾ നമ്മളറിയാം ഒരു പാരലായിട്ട് വെക്ടർ മൂവ് ചെയ്യുമ്പോൾ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യില്ല. അപ്പോൾ ഈ ബി എന്ന വെക്ടർ ഈ പ്ലെയിനിൽ അതിന് ഈ ആംഗിൾ മാറാതെ, ലെങ്ത് മാറാതെ, ഡയറക്ഷൻ മാറാതെ എവിടെ എക്സിസ്റ്റ് ചെയ്താൽ നമുക്ക് അതിനെ വലിച്ചുകൂടെ കൊണ്ടുവയ്ക്കാം. അപ്പോൾ എ എന്ന വെക്ടറും ബി എന്ന വെക്ടറും ഉണ്ട്. അപ്പോൾ രണ്ട് വെക്ടേഴ്സും ഒരു പോയിന്റിൽ ഇങ്ങനെ ആക്ട് ചെയ്യുന്നത്. അപ്പോൾ എന്റെ ഡയറക്ഷൻ ആരോ കാണിച്ചിട്ടുണ്ട്, ബി എന്ന ഡയറക്ഷൻ ആരോ കാണിച്ചിട്ടുണ്ട്. അങ്ങനെ ഇതിന്റെ റിസൾട്ടൻ കാണെങ്കിൽ എങ്ങനെയാ കാണാം? ദിസ് ഇസ് റിസൾട്ടൻ. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ദിസ് ഇസ് എ വെക്ടർ. അപ്പോൾ എ വെക്ടറുടെ ഡയറക്ഷൻ ഇതാണ്. അപ്പോൾ എന്റെ ആരോ ഹെഡിലാണ് ബി തുടങ്ങുന്നത്. അപ്പോൾ ഇതിന്റെ ടൈൽ എവിടെയാണ്? അപ്പോൾ ഇതിന്റെ ടൈൽ, അപ്പോൾ ഇതിൽ എങ്ങനെയാ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ട്രയാങ്കിൾ രണ്ട് സൈഡ് രണ്ട് വെക്ടേഴ്സായി എടുക്കുകയാണെങ്കിൽ മൂന്നാമത്തെ സൈഡിന് ഓപ്പോസിറ്റ് ഓർഡർ ആയിരിക്കും റിസൾട്ടൻ. എന്താണ് പറയാൻ കാരണം? ഇപ്പോൾ 1 2, അപ്പോൾ 3 പറഞ്ഞാൽ ഇങ്ങനെയല്ല വരേണ്ടത്, ഓർഡർ 1 2 ഇങ്ങനെ വരേണ്ടത്. അപ്പോൾ പറയുന്നത് ഒരു ട്രയാങ്കിളിന്റെ രണ്ട് സൈഡ്സ് രണ്ട് വെക്ടേഴ്സ് ആണെങ്കിൽ അതിന്റെ മൂന്നാമത്തെ സൈഡ് ഓപ്പോസിറ്റ് ഓർഡർ ആയിരിക്കും റിസൾട്ടൻ. ഒന്നുകൂടി പറഞ്ഞാൽ, ഇതാണ് എ എന്ന വെക്ടർ, ഇതാണ് ബി എന്ന വെക്ടർ. അപ്പോൾ ആക്ച്വലി എങ്ങനെ എടുക്കേണ്ടത്? ഇതാണ് റിസൾട്ടൻ, ഇങ്ങനെ വരേണ്ടത്. അപ്പോൾ ഓപ്പോസിറ്റ് ഓർഡർ എന്ന് പറയാൻ കാരണം അതുകൊണ്ടാണ്. കാരണം എ എന്ന വെക്ടറിന്റെ ടൈലിൽ നിന്ന് ബി എന്ന വെക്ടറിന്റെ ആരോയിലേക്ക് ഒരു ലൈൻ വരയ്ക്കും, അതാണ് അതിന്റെ മാഗ്നിറ്റ്യൂഡ്. അപ്പോൾ ദിസ് ഇസ് ദ മാഗ്നിറ്റ്യൂഡ്. ആൻഡ് ഈ ഇവിടെ ആംഗിൾ വരച്ച ഈ ആംഗിൾ ആണ് അതിന്റെ തീറ്റ എന്ന് പറയുന്നത്, ഇസ് ഡയറക്ഷൻ. അപ്പോൾ നമുക്ക് ഇത് വേറെ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇത് ട്രയാങ്കിൾ അഡീഷൻ ആണ്. ഇത് നമുക്ക് പാരലോഗ്രാം അഡീഷൻ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് പാരലോഗ്രാമിന്റെ രണ്ട് സൈഡ്സ് ഈക്വൽ ആണ്. അപ്പോൾ ഈ ബി എന്ന ഈ വെക്ടറിനെ നമുക്ക് അതിന് പാരലായിട്ട് ഇവിടെ വെച്ചാൽ ബി തന്നെയാണ്. അതുപോലെ തന്നെ എ എന്ന വെക്ടറിനെ ഇവിടെ കൊണ്ട് വെച്ചാൽ എ തന്നെയാണ്. അത് രണ്ട് സൈഡ്സും ഈക്വൽ ആണ്. അപ്പോൾ ദിസ് പാരലോഗ്രാം. പാരലോഗ്രാമിന്റെ കേസിൽ പറയുകയാണെങ്കിൽ, പാരലോഗ്രാമിന്റെ രണ്ട് സൈഡ്സ് അഡ്ജസന്റ് സൈഡ്സ് രണ്ട് വെക്ടേഴ്സ് ആണെങ്കിൽ അതിന്റെ ഡയഗണലായിരിക്കും റിസൾട്ടൻ. അപ്പോൾ രണ്ടും ഒരേ കൺസെപ്റ്റ് തന്നെയാണ്. ഇതിനെ നമ്മൾ പാരലോഗ്രാം അഡീഷൻ എന്ന് വിളിക്കും, ഫസ്റ്റ് നമ്മൾ ട്രയാങ്കിൾ അഡീഷൻ എന്ന് വിളിക്കും. രണ്ടും ഒരേ എക്സ്പ്രഷൻ ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത് തരുന്നത്. അപ്പോൾ ട്രയാങ്കിൾ അഡീഷൻ പറയുകയാണെങ്കിൽ, ട്രയാങ്കിൾ രണ്ട് സൈഡ്സ് രണ്ട് വെക്ടേഴ്സ് ആണെങ്കിൽ മൂന്നാമത്തെ സൈഡിന് ഓപ്പോസിറ്റ് ഓർഡർ ആയിരിക്കും അതിന്റെ റിസൾട്ടൻ. അതേപോലെ പാരലോഗ്രാം അഡീഷൻ ആണെങ്കിൽ, അഡ്ജസന്റ് സൈഡ്സ് രണ്ട് പാരലോഗ്രാം രണ്ട് വെക്ടേഴ്സ് ആണെങ്കിൽ അതിന്റെ ഡയഗണൽ ആയിരിക്കും റിസൾട്ടൻ. ഇത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ നമുക്കൊരു എക്സ്പ്ലനേഷൻ പറഞ്ഞുതരാം. അതായത് ഒരു ബേർഡ് ഫ്ലൈ ചെയ്യുമ്പോൾ നമുക്കറിയാം, ആ വിങ്സ് ആ ചിറകുകൾ ഫ്ലട്ടർ ചെയ്യുമ്പോൾ, ആ ചിറകുകൾ വീശുമ്പോൾ അതിന് ഇങ്ങനെയാണ് അതിന്റെ വെക്ടർ വരുന്നത്, ഫോഴ്സ്. അപ്പോൾ ഫോർ എവറി ആക്ഷൻ ദർ ഇസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അപ്പോൾ ബേർഡ്സ് എയറിൽ എന്ത് ചെയ്യുന്നു? പറക്കുമ്പോൾ ആ വിങ്സ് കൊണ്ട് എയറിന് എന്ത് ചെയ്യുന്നു? അത് പുഷ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് അതിന്റെ ഫോഴ്സ് കോമ്പണൻസ് വരുന്നത്. അപ്പോൾ നമുക്ക് ഫോർ എവറി ആക്ഷൻ ദർ ഇസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അപ്പോൾ എയർ എന്ത് ചെയ്യാൻ തിരിച്ച് റിയാക്ഷൻ ഫോഴ്സ് കൊടുക്കും. അപ്പോൾ ഇങ്ങനെയാണ് റിയാക്ഷൻ ഫോഴ്സ് കൊടുക്കുക. അപ്പോൾ ഇത് രണ്ട് വെക്ടേഴ്സ് ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം, ആ ബേർഡ് രണ്ട് ഫെദേഴ്സും ഇന്ന ഡയറക്ഷനിൽ എന്ത് വീശുമ്പോൾ അതിന് ഓപ്പോസിറ്റ് ആയിട്ട് എന്ത് ചെയ്യും? എയർ എന്ത് ചെയ്യും? അതിന് റിയാക്ട് ചെയ്യുമ്പോൾ, റിയാക്ഷൻ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കറിയാം ആ ബേർഡ് എങ്ങോട്ടാണ് പോകുന്നത്? ഈ ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. കാരണം അതാണ് അതിന്റെ റിസൾട്ടൻ. അതേപോലെ തന്നെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. നമുക്കറിയാം, ഈ ഒരു കേസിൽ നമ്മൾ റബ്ബർ ബാൻഡ് ഒക്കെ വെച്ച് ഒരു പീസ് ഓഫ് പേപ്പേഴ്സ് വിടാറുണ്ട്. അതേ ഒരു എക്സാമ്പിളാണ് ഇവിടെ വരുന്നത്. അതായത് എയും ബിയും, അതായത് നമ്മൾ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ആ പീസ് ഓഫ് പേപ്പർ മൂവ് ചെയ്യുന്നത് സി എന്ന ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. കാരണം അതിന്റെ എലാസ്റ്റിസിറ്റിയിൽ അതിന് ഒരു ഫോർ എവറി ആക്ഷൻ ദർ ഇസ് ഈക്വൽ ഓപ്പോസിറ്റ് റിയാക്ഷൻ. നമ്മൾ എലാസ്റ്റിറ്റി വലിക്കുമ്പോൾ അതിന് ഓപ്പോസിറ്റ് ആയിട്ട് റിയാക്ഷൻ ഫോഴ്സ് എയും ബിയും ഡെവലപ്പ് ചെയ്യും. പക്ഷേ എയും ബിയും ഡെവലപ്പ് ചെയ്യുമ്പോൾ എ ഡയറക്ഷനിലോ ബി ഡയറക്ഷനിലോ അല്ല ആ പേപ്പർ മൂവ് ചെയ്യുന്നത്, സി എന്ന ഡയറക്ഷനിലേക്കാണ് മൂവ് ചെയ്യുന്നത്. അതിന് കാരണം എയും ബിയും റിസൾട്ടൻ എന്താണ്? സി ആണ്. ഈ ബേർഡിന്റെ എക്സാമ്പിൾ പറഞ്ഞ പോലെ തന്നെയാണ്. അപ്പോൾ ഇതാണ് വെക്ടേഴ്സിന്റെ അഡീഷൻ എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്,
നമ്മൾ ഇതിൻ്റെ ഇക്വേഷനാണ് ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. സോ വി ഹാവ് എ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ വേണ്ടിയിട്ടാണ് നമുക്ക് എയും ബിയും എടുത്തപ്പോൾ ഈ എഫ് ജി എച്ച് എന്ന് വരയ്ക്കാൻ എക്സ്റ്റൻഷൻ വരയ്ക്കാൻ കാരണം ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ എടുത്ത് പൈത്തഗോറസ് തിയറം അപ്ലൈ ചെയ്യാൻ വേണ്ടി മാത്രമാണ് അങ്ങനെ എടുത്തത്. അപ്പോൾ എ വെക്ടർ ബി വെക്ടർ എന്നുണ്ട്, ആർ എന്ന് റിസൾട്ടൻ വെക്ടർ ഉണ്ട്, ദാറ്റ് ഇസ് ആർ ഈക്വൽ ടു എ പ്ലസ് ബി ആണ്. അപ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് റിസൾട്ടൻ വെക്ടർ കാണാനുള്ള അല്ലെങ്കിൽ റിസൾട്ടൻ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് കാണാനുള്ള എക്സ്പ്രഷൻ എന്താണ്, ഡയറക്ഷൻ കാണാനുള്ള എക്സ്പ്രഷൻ എന്താണെന്ന് കാണാൻ പോകുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കൺസെപ്റ്റ് ആണ്. അപ്പോൾ ഇ എഫ് എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് എ വെക്ടർ ആണ്, എഫ് എച്ച് എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ബി വെക്ടർ ആണ്, ആൻഡ് ഇ എച്ച് എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ആർ വെക്ടർ. ലെങ്ത് മീൻസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ആർ ആണ്. അപ്പോൾ ഇ എഫ് എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ആണ്, എഫ് എച്ച് എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി ആണ്, ആൻഡ് ഇ എച്ച് എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡ് ഓഫ് ആർ ആണ്. പിന്നെ എഫ് ജി ജി എച്ച് അതിനെ എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കാനുള്ള കാരണം എന്ന് പറയുന്നത് അത് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആക്കാൻ വേണ്ടി ചെയ്തതാണ്. അതിൽ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം, തീറ്റയും ഫൈയും മാറിപ്പോരുത്. തീറ്റ എന്ന് പറഞ്ഞാൽ എയും ബിയും കൂടി മേക്ക് ചെയ്യുന്ന ആംഗിളാണ് തീറ്റ. ഫൈ എന്ന് പറയുന്നത് റിസൾട്ടൻ വെക്ടർ മേക്ക് ചെയ്യുന്ന ആംഗിളാണ്. അപ്പോൾ തീറ്റ മീൻസ് ദ ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് ബി, എയും ബിയും കൂടി മേക്ക് ചെയ്യുന്ന ആംഗിളാണ് തീറ്റ. അപ്പോൾ അത് ഇവിടെ എടുക്കാൻ കാരണം ഇതാണ് ആരോ ഹെഡ്. അപ്പോൾ ഇങ്ങനെ വരയ്ക്കാം, ഇതാണ് ടൈല്, അപ്പോൾ ഇങ്ങനെ വരയ്ക്കാം. അപ്പോൾ ഇതാണ് വരുന്നത്. ചില സംശയം ഇതാണ് തോന്നും, തെറ്റിക്കരുത്. ഇതിൻ്റെ ആരോ ഇതാണ്. അപ്പോൾ ഇങ്ങനെ ലൈൻ വരയ്ക്കുക, ഇങ്ങനെ ലൈൻ വരയ്ക്കുക. അപ്പോൾ ഇത് മേക്ക് ചെയ്യുന്ന ആംഗിൾ ഇതാണ്. അപ്പോൾ നമുക്ക് ആദ്യം കൺസിഡർ ചെയ്യുന്നത് ഈ ട്രയാംഗിൾ ഇ ജി എച്ച്, ഈ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ കൺസിഡർ ചെയ്യണം. പൈത്തഗോറസ് തിയറം അപ്ലൈ ചെയ്തു. ഹൈപ്പോട്ടൻസ് സ്ക്വയർ എന്ന് പറയുന്നത് രണ്ട് അഡ്ജസൻറ്റ് സ്ക്വയറിന്റെ സമ്മാണ്. സോ ഇ ജി സ്ക്വയർ പ്ലസ് ജി എച്ച് സ്ക്വയർ. അതിൽ ഇ ജി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇ എഫ് പ്ലസ് എഫ് ജി ആണ്, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ ഇ എച്ച് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഇ എഫ് പ്ലസ് എഫ് ജി. കാരണം ഇ ജി എന്ന് പറയുന്നത് ഇ എഫ് പ്ലസ് എഫ് ജി, ഇത് രണ്ടും കൂടി കൂട്ടിയിലാണ് നമുക്ക് ഇ ജി കിട്ടുക. അപ്പോൾ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇ ജിക്ക് ഇ എഫ് പ്ലസ് എഫ് ജി. ഇനി ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്യുക, എ പ്ലസ് ബി ഹോൾ സ്ക്വയർ, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab. അപ്പോൾ ഫ്രം ഫിഗർ ഇ എച്ച് ഇസ് ഈക്വൽ ടു ആർ, നമുക്കറിയാം ഇ എച്ച് എന്ന് പറയുന്ന ആറാണ്. അത് ഇ എച്ച് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ റിസൾട്ടനാണ്. റിസൾട്ടൻ എന്ന് പറയുന്ന ആർ എന്ന് എഴുതാൻ കാരണം മാഗ്നിറ്റ്യൂഡ് ആണ്. നമ്മൾ ആർ വെക്ടർ എന്ന് എഴുതി കഴിഞ്ഞാൽ അത് ഡയറക്ഷൻ. അപ്പോൾ ആർ മാത്രം എഴുതി അതിൻ്റെ അർത്ഥം എന്താണ്, മോഡുലസ് ഓഫ് ആർ ആണ്. ദാറ്റ് മീൻസ് റിസൾട്ടൻ. അപ്പോൾ മാഗ്നിറ്റ്യൂഡ്, റിസൾട്ടൻ വെക്ടർ മാഗ്നിറ്റ്യൂഡ് ആണ് ഇ എച്ച് എന്ന് പറയുന്നത്. അതുപോലെ എഫ് എച്ച്, സോ എഫ് എച്ച് എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ബി വെക്ടർ ആണ്, ദാറ്റ് ഇസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി. അപ്പോൾ ബി എന്ന് മാത്രം എഴുതും. അതുപോലെ തന്നെ ഇ എഫ്, ദാറ്റ് ഇസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് എ. അപ്പോൾ എ മാത്രം എഴുതി. അപ്പോൾ എ എന്ന് ചെയ്യുന്നതിന് അർത്ഥം മോഡുലസ് ഓഫ് എ വെക്ടർ, ദാറ്റ് ഇസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് എ. ബി എന്ന് മാത്രം എഴുതി അതിനർത്ഥം മോഡുലസ് ഓഫ് ബി വെക്ടർ, ദാറ്റ് ഇസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി. ആൻഡ് മോഡുലസ് ഓഫ് ആർ വെക്ടർ ഇസ് ഈക്വൽ ടു ആർ. അപ്പോൾ ഇ എച്ച് എന്ന് പറയുന്നത് ആർ ആണ്, എഫ് എച്ച് എന്ന് പറയുന്നത് ബി ആണ്, ഇ എഫ് എന്ന് പറയുന്നത് എ ആണ്. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ഇക്വേഷൻസിൽ. സോ വി വിൽ ഗെറ്റ് ആൻഡ് ഫ്രം ട്രയാംഗിൾ എഫ് ജി എച്ച് എന്ന ട്രയാംഗിൾ ഇത് എടുക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇ എച്ച് കിട്ടി, എഫ് എച്ച് കിട്ടി, ഇ എഫ് കിട്ടി. ഇനി നമുക്ക് എഫ് ജി കാണണം. എഫ് ജി എന്താണെന്ന് അറിയാം, ജി എച്ച് എന്താണെന്ന് അറിയില്ല. അതിന് വേണ്ടിയിട്ട് ഈ ട്രയാംഗിൾ എടുക്കാൻ കാരണം, അപ്പോൾ നമ്മൾ എടുത്ത ട്രയാംഗിൾ ഇതാണ് എഫ് ജി എച്ച്. ഈ ട്രയാംഗിളാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ട്രയാംഗിൾ നമുക്കറിയാം ഇതിൽ സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു, അപ്പോൾ സൈൻ തീറ്റ എടുത്തു കഴിഞ്ഞാൽ ജി എച്ച് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അപ്പോൾ ജി എച്ച് ബൈ എഫ് എച്ച്. സോ ജി എച്ച് കിട്ടിക്കഴിഞ്ഞു എഫ് എച്ച് സൈൻ തീറ്റ. അപ്പോൾ ഇവിടെ നമുക്ക് ജി എച്ച് കിട്ടിയില്ല, അപ്പോൾ ജി എച്ചിന് വേണ്ടി കിട്ടി എഫ് എച്ച് സൈൻ തീറ്റ. അതേപോലെ നമ്മൾ കോസ് തീറ്റ എടുക്കും. ഇവിടെ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ എഫ് ജി by hypotenuse, adjacent side by hypotenuse, fg by fh. So fg is equal to fh cos theta. അപ്പോൾ ഈ ഇക്വേഷൻ ആവശ്യമായ എല്ലാം കിട്ടിക്കഴിഞ്ഞു. കാരണം നമുക്ക് ആദ്യം ഇ എച്ച് കിട്ടി, എഫ് എച്ച് കിട്ടി, ഇ എഫ് കിട്ടി, പക്ഷേ ജി എച്ചും എഫ് ജി കിട്ടിയില്ല. അപ്പോൾ ജി എച്ചും എഫ് ജി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ചെറിയ ട്രയാംഗിൾ നമ്മൾ കൺസിഡർ ചെയ്ത്. അപ്പോൾ നമുക്കിപ്പോൾ ജി എച്ച് കിട്ടി, എഫ് എച്ച് സൈൻ തീറ്റ, അതുപോലെ എഫ് ജി കിട്ടി, എഫ് എച്ച് കോച്ച് തീറ്റ. അപ്പോൾ ഈ കിട്ടിയ ഇക്വേഷൻ, ഈ ടേംസ് ഒക്കെ നമ്മൾ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകണം. സോ ഇ എച്ച് സ്ക്വയർ എന്ന് പറയുന്നത് ആറാണ്, ഇ എഫ് എന്ന് പറയുന്നത് എ ആണ്, എഫ് ജി എന്ന് പറയുന്നത് ബി കോസ് തീറ്റയാണ്, ജി എച്ച് എന്ന് പറയുന്നത് ബി സൈൻ തീറ്റയാണ്. ഇവിടെ എ പ്ലസ് ബി സ്ക്വയർ എക്സ്പാൻഷൻ വരും. സോ നമുക്ക് ഇങ്ങനെ ചെയ്യാം, ആർ സ്ക്വയർ ഇസ്ക്വൽ എ സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ പ്ലസ് ബി സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് ബി സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ. That means a square plus 2ab cos theta, b square take it outside, cos square theta plus sin square theta. നമുക്കറിയാം sin square theta plus cos square theta 1 ആണ്. So r square is equal to a square plus b square plus 2ab cos theta, where r equal to root of a square plus b square plus 2ab cos theta. So this is the expression for resultant വെക്ടർ മാഗ്നിറ്റ്യൂഡ് കാണാനുള്ള ഇക്വേഷൻ ആണ്. അപ്പോൾ ഒരു രണ്ട് വെക്ടേഴ്സിൻ്റെ റിസൾട്ടൻ കാണണമെങ്കിൽ, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കാണണമെങ്കിൽ അതിന് ഇക്വേഷനാണ് റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ. നമുക്കിനി എന്ത് വേണം, ഡയറക്ഷൻസ് വേണം. അപ്പോൾ ഡയറക്ഷന് വേണ്ടി വീണ്ടും ആ ട്രയാംഗിൾ നമ്മൾ കൺസിഡർ ചെയ്യാണ്. അപ്പോൾ ടാൻ ഫൈവ്, നമുക്ക് ഡയറക്ഷൻ 5 ആണ്. അപ്പോൾ ടാൻ ഫൈവ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ജി എച്ച് ബൈ ഇ ജി ആണ്.
അപ്പോൾ ജി എച്ച് ബൈ ഇ ജി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇറ്റ് ഈസ് ഇ എഫ് പ്ലസ് എഫ് ജി ആണ് അതിൽ ഇ ജി എന്ന് പറയുന്നത്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും ജി എച്ച് ഇസ് ഇ എഫ് പ്ലസ് എഫ് ജി. ഇനി ജി എച്ചും ഇ എഫും എഫ് ജി നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചാണ്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ബി സൈൻ തീറ്റ ബൈ എ പ്ലസ് ബി കോസ് തീറ്റ. സോ വി ഗെറ്റ് ടാൻ ഫൈ ഇസ് ഈക്വൽ ടു ബി സൈൻ തീറ്റ ബൈ എ പ്ലസ് ബി കോസ് തീറ്റ. നമുക്ക് ടാൻ ഫൈ അല്ല വേണ്ടത്, ഫൈ ആണ് വേണ്ടത്. സോ ഫൈ ഇസ് ഈക്വൽ ടാൻ ഇൻവേഴ്സ് ഓഫ് ബി സൈൻ തീറ്റ ബൈ എ പ്ലസ് ബി കോസ് തീറ്റ. സോ ടാൻ ഇൻവേഴ്സ് ഓഫ് ബി സൈൻ തീറ്റ ബൈ എ പ്ലസ് ബി കോസ് തീറ്റയാണ് നമുക്ക് ആംഗിൾ കിട്ടുന്നത്. അപ്പോൾ ആംഗിളാണ് നമുക്ക് എന്ത് കിട്ടിയത്, അതിൻ്റെ ഡയറക്ഷൻ കിട്ടിയത്. ഫോർ എക്സാമ്പിൾ ഫൈ നമുക്ക് 45 കിട്ടിയാൽ നമുക്ക് മനസ്സിലായി ഹൊറിസോണ്ടൽ ലെവലിൽ നിന്ന് 45 ഡിഗ്രി ആംഗിളിലാണ് അത് ഇൻക്ലൈൻഡ് ആയി നിൽക്കുന്ന ഒരു ഐഡിയ നമുക്ക് കിട്ടുന്നു. അപ്പോൾ ഫൈ ഗീവ്സ് ഡയറക്ഷൻ ആൻഡ് ആർ ഗീവ്സ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ വെക്ടർ. അപ്പോൾ ഈ രണ്ട് കിട്ടിക്കഴിഞ്ഞാൽ റിസൾട്ടന്റ് വെക്ടറിന്റെ ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡും നമുക്ക് കാണാൻ കഴിയുന്നതാണ്. സോ ഇറ്റ്സ് എ ഇമ്പോർട്ടൻറ്റ് ഡെറിവേഷൻ ഇൻ കേസ് ഓഫ് വെക്ടേഴ്സ്. ഇത് പല ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിൽ വരാറുണ്ട്. അപ്പോൾ ഈ എക്സ്പ്രഷൻസ് ബൈ ഹാർട്ട് ചെയ്താൽ മാത്രമേ ആ ഇക്വേഷൻസും ആ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. നെക്സ്റ്റ്, സബ്സ്ട്രാക്ഷൻസ്, ഡിഫറൻസ് ഓഫ് ടു വെക്ടേഴ്സ്. നമ്മളിപ്പോൾ അഡീഷൻ ആണ് ചെയ്തത്. ഇനി രണ്ട് വെക്ടേഴ്സ് എങ്ങനെയാണ് സബ്സ്ട്രാക്ട് ചെയ്യുക? അപ്പോൾ ഇതിന് ഫുൾ ലെങ്ത് ഡെറിവേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ബ്രീഫായിട്ട് പറഞ്ഞുതരാം. കാരണം ബി വെക്ടർ ഉണ്ട്, സബ്സ്ട്രാക്ട് ചെയ്യുന്ന ബി നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ ഈ ഇക്വേഷനിൽ ഇതാണ് വരിക. സബ്സ്ട്രാക്ഷൻ ആ വെക്ടേഴ്സ് ആകുമ്പോൾ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab കോസ് തീറ്റ വരും. റിസൾട്ടനാണെങ്കിൽ പ്ലസ് 2ab കോസ് തീറ്റ വരിക. ഫൈ ഇസിക്കൽ ടാൻ ഇൻവേഴ്സ് ഓഫ് ബി സൈൻ തീറ്റ ബൈ എ പ്ലസ് ബി കോസ് തീറ്റ ആണ് റിസൾട്ടൻ കാണുമ്പോൾ അത് ഡയറക്ഷൻ കാണാൻ വേണ്ടിയിട്ട്. അത് സബ്സ്ട്രാക്ഷൻ ആകുമ്പോൾ എ മൈനസ് ബി കോസ് തീറ്റയുടെ വരിക. അപ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മോസ്റ്റ്ലി നമ്മൾ അഡീഷൻ ഓഫ് ഫാക്ടേഴ്സ് ഡിസ്കസ് ചെയ്യുക, സബ്സ്ട്രാക്ഷൻ നമ്മൾ അങ്ങനെ ചെയ്യാറില്ല. പക്ഷേ ഈ ഇക്വേഷൻ ഓർത്തിരിക്കുക. നെക്സ്റ്റ്, റെസൊല്യൂഷൻ ഓഫ് വെക്ടേഴ്സ്. എങ്ങനെയാണ് വെക്ടേഴ്സിനെ റിസോൾവ് ചെയ്യുക? നമ്മൾ നെക്സ്റ്റ് പ്രൊജക്റ്റൈൽ മോഷൻ ഡിസ്കസ് ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ആവശ്യമാണ് നമുക്ക് ഇത്, റെസൊല്യൂഷൻ ഓഫ് ടു വെക്ടേഴ്സ്. ദാറ്റ് ഈസ് റെസൊല്യൂഷൻ ഓഫ് എ വെക്ടർ ഈസ് ദ splitting up of a vector into two or more components, that's parts. We can resolve a vector into two or more parts in a infinite number of വേവ്സ്. ഒരു വെക്ടർ നമുക്ക് എന്ത് ചെയ്യാം, പല റിസോൾവിങ് കോമ്പണൻറ്റ് മാറ്റാം. അതായത് ആ റിസോൾവിങ് കോമ്പണൻസിൻ്റെ റിസൾട്ടിനായിട്ടാണ് നമ്മുടെ വെക്ടർ നമ്മൾ അംഗീകരിക്കുന്നത്. അപ്പോൾ ഒരു വെക്ടർ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ എയും ബിൻ്റെയും റിസൾട്ടിനാണ് ആർ എന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ആ തിരിച്ചു പറയാം, ആർ എന്ന് പറയുന്നത് എയും ബിൻ്റെയും സമ്മിത് കിട്ടുന്നതാണ്, അല്ലെങ്കിൽ എയും ബിയും സമ്മിതാണ് ആറ് കിട്ടുന്നത് പറഞ്ഞത് പോലെ തിരിച്ചു പറയുന്നു ആർ എന്ന് പറയുന്നത് എൻ്റെയും ബിൻ്റെയും എന്താണ്, എയും ബിൻ്റെയും കൂടി കോൺട്രിബ്യൂഷനാണ് നമുക്ക് ആർന്ന് കിട്ടുന്നത്. കാരണം ബേർഡ്സ് ഫ്ലൈ ചെയ്യുമ്പോൾ രണ്ട് വിങ്സ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഫ്ലട്ടർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വിങ്സ് വീശുമ്പോൾ ആ കോമ്പണൻസ് നമുക്കറിയാം. ഈ രണ്ട് കോമ്പണൻസിന്റെ റിസൾട്ടിനായിട്ടാണ് ബേർഡ് ഒരു സ്പെസിഫിക് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ആ വെക്ടർ നമുക്ക് എന്ത് ചെയ്യാം, ഈ രണ്ട് വെക്ടേഴ്സ് റിസോൾവ് ചെയ്യുന്ന ആ ടെക്നിക്കാണ് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ എ എന്ന വെക്ടർ ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് രീതിയിൽ നമുക്ക് എന്ത് ചെയ്യും, റിസോൾവ് ചെയ്യാം. കാരണം നമുക്കറിയാം ഇത് രണ്ട് ട്രയാങ്കിൾ രണ്ട് സൈഡ്സ് ആണ്, ഇതാണ് റിസൾട്ടൻ, രണ്ട് സൈഡ്സ് ആണ്, ഇതാണ് റിസൾട്ടൻ, രണ്ട് സൈഡ്സ് ആണ്, ഇതാണ് റിസൾട്ടൻ. അപ്പോൾ അതുപോലെ ഒരു വെക്ടർ നമുക്ക് പല കോമ്പണൻസ് ആയിട്ട് എന്ത് ചെയ്യാം, റിസോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് റെസൊല്യൂഷൻ ഓഫ് വെക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ആവശ്യമുള്ള കൺസെപ്റ്റ് ഇവിടെ വരുന്നത് റെസൊല്യൂഷൻ ഓഫ് വെക്ടർ ഇൻടു റെക്ടാങ്കുലർ കോമ്പണൻസ്, ദാറ്റ് ഈസ് പെർപെൻഡിക്കുലർ കോമ്പണൻസ് ഇൻ എ പ്ലെയിൻ. ഒരു പ്ലെയിനിൽ ഒരു വെക്ടർ വരയ്ക്കുമ്പോൾ അതിന് നമുക്ക് പെർപെൻഡിക്കുലർ കോമ്പണൻസ് ആയിട്ട് അതിന് റെക്ടാങ്കുലർ കോമ്പണൻസ് ആയിട്ട് തിരിക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ എ എന്ന വെക്ടർ ഉണ്ടെങ്കിൽ നമുക്ക് എ എക്സും എ വൈ ആയിട്ട് തിരിക്കുക. അതിനർത്ഥം എ എന്ന വെക്ടറിന് എക്സിലും എഫക്റ്റ് ഉണ്ട്, വൈയിലും എഫക്റ്റ് ഉണ്ട്. അപ്പോൾ അതായത് ടു ഡയമെൻഷനിൽ ഒരു എക്സിലും ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യണം, വൈയിലും ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യണമെങ്കിൽ അത് ഇങ്ങനെ വരും. അതിനർത്ഥം എന്താണ്, എക്സിൻ്റെയും വൈൻ്റെയും റിസൾട്ടിനാണ് ആ ഒബ്ജക്റ്റ് ഡയറക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എ എന്ന് പറയുന്നതിൻ്റെ എഫക്റ്റ് എക്സിലും ഉണ്ട്, വൈയിലും ഉണ്ട്. അല്ലെങ്കിൽ എക്സിൻ്റെ എഫക്റ്റും വൈൻ്റെ എഫക്റ്റും കൂടി കൂട്ടുമ്പോഴാണ് അത് ഇങ്ങനെ പ്ലെയിനിൽ ഇങ്ങനെ ഒരു ലൈൻ വരുന്നത്. അപ്പോൾ ഈ എ എന്ന വെക്ടറിനെ രണ്ടായിട്ട് തിരിക്കാം. ദാറ്റ് ഈസ് കോസൈൻ കോമ്പണൻറ്റ് എക്സ്, തീറ്റ വരുന്നവിടെ കൊസൈൻ കോമ്പണൻറ്റ് വരും, ഇവിടെ എത്രയേ ഉള്ളൂ. ഫോർ എക്സാമ്പിൾ ഈ ഒരു ലെങ്ത് എടുക്കാം. അപ്പോൾ തീറ്റ എടുത്തു കഴിഞ്ഞാൽ എന്താ, സൈൻ തീറ്റ എടുത്തു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ്, അപ്പോൾ സൈൻ തീറ്റ വന്നു. കൊസൈൻ ആകുമ്പോൾ എന്ത് ചെയ്യും, അഡ്ജസ്റ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അതാണ് അഡ്ജസ്റ്റ് സൈഡ് കൊസൈനും ഓപ്പോസിറ്റ് സൈഡ് എന്ത് ചെയ്യും, സൈനും വരുന്നത്. അപ്പോൾ എ എന്ന് പറയുന്നത് എക്സ് കോമ്പണനും വൈ കോമ്പണനും നമ്മൾ പറഞ്ഞ ഒരു ടു ഡയമെൻഷൻ ആണ്. ടു ഡയമെൻഷൻ വരാൻ കാരണം എക്സിലും മോഷൻ ഉണ്ട്, വൈയിലും മോഷൻ ഉണ്ട് പറഞ്ഞു. അതിനർത്ഥം എന്താണ്, എ എന്ന വെക്ടറിന് എക്സിൻ്റെ എഫക്റ്റും വൈൻ്റെ എഫക്റ്റും ഉണ്ട്. അപ്പോൾ എക്സിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത് എന്താണ്, കൊസൈൻ കോമ്പണൻ്റ് ആണ്. വൈൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത് സൈൻ കോമ്പണൻ്റ് ആണ്. അപ്പോൾ കൊസൈൻ കോമ്പണൻ്റ് ഇവിടെ പാരലൽ കോമ്പണൻ്റ് ആണ്, സൈൻ കോമ്പണൻ്റ് പെർപെൻഡിക്കുലർ കോമ്പണൻ്റ് ആണ്. അപ്പോൾ അങ്ങനെയും പറയാം. അപ്പോൾ എ എന്ന വെക്ടറിനെ രണ്ട് കോമ്പണൻസ് ആയിട്ട് എന്ത് ചെയ്യുന്നത്, റിസോൾവ് ചെയ്യാണ്. ഫോർ എക്സാമ്പിൾ ഇനി എ എന്ന് പറയുന്നത് എലോങ് എക്സ് ആണെങ്കിലോ, എലോങ് എക്സ് ആണെങ്കിൽ നമുക്ക് എന്താവും, തീറ്റ 0, അപ്പോൾ സൈൻ 0 എന്തായി 0, കൊസൈൻ 0 1 ആവും. അപ്പോൾ എ മാത്രം എലോങ് എക്സ് കിട്ടി. ഇനി പെർപെൻഡിക്കുലർ ആണെങ്കിലോ തീറ്റ 90, അപ്പോൾ കോസ് 0, അപ്പോൾ ഇതുണ്ടാവില്ല, പെർപെൻഡിക്കുലർ എഫക്റ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ, പാരലൽ എഫക്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, വെക്ടേഴ്സിനെ റിസോൾവ് ചെയ്യുന്നത്. അപ്പോൾ ഇൻക്ലൈൻഡ് ആംഗിൾ ആണെങ്കിൽ അത് രണ്ട് കോമ്പണൻസ് ആയിട്ട് റിസോൾവ് ചെയ്യാം, കൊസൈൻ കോമ്പണൻറ്റ് ആൻഡ് സൈൻ കോമ്പണൻറ്റ്. അപ്പോൾ ഇങ്ങനെയാണ്. ഇപ്പോൾ ബി വെക്ടർ ആണെങ്കിൽ ദിസ് ഇസ് തീറ്റ നമ്മൾ എടുക്കണമെങ്കിൽ ബി കോസ് തീറ്റ ആൻഡ് ബി സൈൻ തീറ്റ. അപ്പോൾ എവിടെയാണ് തീറ്റ അവിടെ തന്നെ കൊസൈൻ കോമ്പണൻസ് വരെ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ പി എന്ന വെക്ടർ ആണെങ്കിലോ പി കോസ് തീറ്റ പി സൈൻ തീറ്റ. സോ പി ആണെങ്കിൽ തീറ്റ എവിടെയാണെങ്കിലോ പി കോസ് തീറ്റ പി
പി സൈൻ തീറ്റ. അപ്പോൾ ഇത്ര മനസ്സിലാക്കി വയ്ക്കുക. ഒരു ഇൻക്ലൈൻഡ് ആംഗിളിൽ ഒരു വെക്ടർ വരികയാണെങ്കിൽ അത് രണ്ട് കോമ്പണൻസ് ആയിട്ട് നമ്മൾ തിരിക്കും. എവിടെയാണോ തീറ്റ വരുന്നത് അവിടെ കൊസൈൻ കോമ്പണൻറ്റ് വരും. സോ ദാറ്റ്സ് ഓൾ ഫോർ വെക്ടേഴ്സ്. അപ്പോൾ നമ്മൾ ഈ വെക്ടേഴ്സിൻ്റെ ഐഡിയ വെച്ചിട്ടാണ് ഇതിനെ കുറച്ച് പ്രോബ്ലംസ് ആണ് നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഹോപ്പ് ദിസ് കൺസെപ്റ്റ്സ് ആർ വെരി ക്ലിയർ ടു. ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ്, feel free ask through comments. Thank you for watching. Thank you.